പാലക്കാട് ജനങ്ങളുടെ മുമ്പിൽ അടൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഷാഫി പറമ്പലിന്റെ പേഴ്സണൽ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും വി.ഡി. സതീശന്റെ അനുഗ്രഹാശിസുകളോട് കൂടിയും കെ.സി. വേണുഗോപാലന്റെ നല്ല സമ്മതത്തോടു കൂടിയും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മിണ്ടാതെ മിണ്ടിയും സുധാകരൻ അടക്കമുള്ളവർ ഓക്കെ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വ്യക്തിയാണ് പാലക്കാടിന് മുമ്പിൽ വലിയ സംഭവമായിട്ട്. ഇദ്ദേഹത്തിന്റെ സൂക്കേട് എന്ന് പറയപ്പെടുന്നത് ഒരു അസുഖം കൂടിയാണ്. ആ സൂക്കേടുള്ള രണ്ടു പേരാണ് ഇപ്പൊ പ്രമുഖരായിട്ട് കേരളത്തിലുള്ളത്. ഒന്ന് വിയ്യൂർ ജയിലിൽ കിടക്കുന്നുണ്ട്, ഒരാൾ നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. ഒരുത്തന്റെ പേര് ഗോവിന്ദച്ചാമിയും മറ്റൊരുത്തന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുമാണ്. ഈ രണ്ടുപേർക്കും ഒരേ സൂക്കേടാ. ആ സൂക്കേട് ഉള്ള ആൾക്ക് പറ്റിയ പണിയല്ല ജനപ്രതിനിധിയാവുക എന്ന് പറയപ്പെടുന്നത്. ആ ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ധാർമ്മികത എന്ന് പറയപ്പെടുന്ന പദത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തല്ല അവർ പുറത്താക്കേണ്ടത്, പകരം MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കണം. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമ്പോൾ നേരത്തെ മാധു നൌഷാദ് അലിയോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ ചാറ്റല്ല എന്ന് നിഷേധിച്ചിട്ടുണ്ടോ? അതാണ് പ്രധാന ചോദ്യമാണല്ലോ. ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള ചാറ്റുകളും ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള വോയിസുകളും ഈ വ്യക്തിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളും ഈ വ്യക്തിക്ക് നിഷേധിക്കാമല്ലോ. എന്നെ കുറിച്ച് സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തി ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ വ്യക്തി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം MLA അല്ലേ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഏതെങ്കിലും പോലീസ് സംവിധാനത്തിനകത്ത് അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് മോശകരമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് നേരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇനി ഈ പെൺകുട്ടികൾ എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയക്കാരല്ലല്ലോ, അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരൊന്നല്ലോ, അവർ ഗൂഢാലോചന നടത്തിയെന്നാണോ ഇവരുടെ വാദം എന്ന് പറയപ്പെടുന്നത്? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇവർ ഈ പരാതി കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നറിയാലോ. ആ വ്യാപ്തിയുള്ള ആളുകൾ അതിൻ്റെതായിട്ടുള്ള രഹസ്യങ്ങളുണ്ട്, അവരുടെ ഫ്യൂച്ചർ ഉണ്ടാവും, അവരുടെ കുടുംബം, അവരുടെ നാടൊക്കെ അവർ പല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും പലരും പരാതി കൊടുക്കാത്തത്. ആ പരാതി കൊടുക്കാത്ത ആളുകളുടെ വിഷയം ഉന്നയിച്ചപ്പോൾ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായി എങ്കിൽ, ആ പരാതി ഇല്ല ശരിയല്ല എങ്കിൽ അവർക്ക് നേരെ പരാതി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം MLAക്ക് അറിയില്ലേ? MLA പഠനം അറിയാത്ത വ്യക്തിയാ? അപ്പൊ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ അയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയത്, അയാൾ സ്ഥാനം രാജിവെച്ചത്. അപ്പൊ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പാലക്കാടിന്റെ ജനങ്ങളോട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ബലൂൺ എന്ന് പറയപ്പെടുന്ന തട്ടിപ്പ് ബലൂണാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് കാണിക്കേണ്ട നീതി, ആ നീതി കാണിക്കണം. കാരണം എല്ലാവർക്കും പോയി കടിച്ചു വെക്കുന്ന ഈ സ്വഭാവം നല്ല സൂക്കേടാ, അത് ചികിത്സിക്കേണ്ടതാ.